കുട്ടികളെ, ഇതേതാണ് മാസമെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് മാർച്ച് മാസമല്ലേ ടീച്ചർ? പരീക്ഷാ ചൂടിൽ വിയർക്കുന്ന മാസം. പരീക്ഷയാണ് വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടായിരിക്കണം. അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ ടീച്ചർ? അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഞാൻ എപ്പോഴേ തുടങ്ങി. അതെന്താടാ മുന്നൊരുക്കത്തിന് ഇത്രയും കനം? കോപ്പി അടിക്കാനുള്ള മുന്നൊരുക്കമാണോ നീ ഉദ്ദേശിച്ചത്? അങ്ങനെയൊന്നുമില്ല ടീച്ചർ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നീ ഇത്തവണയെങ്കിലും പാസ്സാകും. കേട്ടല്ലോ? കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ കൂടുതലായി എവിടെയാണ് കാണപ്പെടുന്നത്? ബാറിലും കള്ള് ഷാപ്പിലും. നിന്നോടായി പോയല്ലോടാ ഞാൻ ചോദ്യം ചോദിച്ചത്. എടാ, ഞാൻ ഉദ്ദേശിച്ചത് കള്ളുകൂടിയന്മാരുടെ കാര്യമല്ല. ഉദാഹരണം പറയാം. തവളയുടെ പ്രത്യേകത എന്താണ്? തവള ഇറച്ചിക്ക് നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ പിന്നെ തവള ഒളിമ്പിക്സിലൊന്നും പങ്കെടുക്കുന്നില്ലല്ലോ. പ്രത്യേകമായിട്ട് വല്ലതും പറയാൻ. എടാ മരമണ്ട, തവള വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണ്. അതിനിപ്പോ വലിയ പ്രത്യേകതയൊന്നുമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ ടീച്ചർ? ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. തവളയിറച്ചി ഇല്ലേ, തവളയിറച്ചി? എടാ ചിൻഡു, നിനക്കാരെങ്കിലും തവളയിറച്ചിയിൽ കൂടോത്രം ചെയ്തു തന്നോ? കുറെ നേരമായല്ലോ തവളയിറച്ചിയെ കുറിച്ച് പറയുന്നു. പറയുന്നത് കേട്ടാ തോന്നും ടീച്ചർക്ക് ആ സാധനം തീരെ ഇഷ്ടല്ലാന്ന്. കറി വെച്ച് തന്നാ വെട്ടി വിഴുങ്ങല്ലോ. നീ കാര്യം പറ. ടീച്ചറെ, എല്ലാവരും പറയുന്നു തവളയിറച്ചി തിന്നാൽ വണ്ണം വയ്ക്കുന്ന. എന്താ ടീച്ചറുടെ അഭിപ്രായം? എടാ, ഇറച്ചി എന്ന് പറയുന്നത് കൊഴുപ്പ് കൂടുതലുള്ള സാധനമാ. അത് ധാരാളം കഴിച്ചാൽ തടി കൂടും. അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയാ. ടീച്ചർക്കൊന്നും അറിയില്ല. അതെന്താടാ? എന്റെ ടീച്ചറെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നീർക്കോലികളൊക്കെ പെരുമ്പാമ്പ് കണക്കെ വണ്ണം വെക്കണ്ടല്ലേ? എന്തോരം തവളയിറച്ചിയാ തിന്നുന്നേ.